നമ്മളിന്നൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. മുടി കൊഴിച്ചിലൊക്കെ ഒരാഴ്ചയുടെ തന്നെ നിൽക്കുന്ന ഒരു ഹെയർ മാസ്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പനിക്കൂർക്കയിലയാണ് കേട്ടോ. 2-3 തണ്ട് എടുത്തിട്ടുണ്ട്. 2 നെല്ലിക്ക, അതുപോലെ തന്നെ ഉള്ളിയാണ് കേട്ടോ. സവാള എടുത്തിട്ടുണ്ട്. സവാള അലർജി ഉള്ളവർക്ക് ഒഴിവാക്കാം. പിന്നെ അലോവേരയുടെ ഒരു തണ്ടും എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, മുടിയുടെ ഉള്ളൊക്കെ കുറഞ്ഞല്ലോ എന്ന്. ശരിയാണ്, എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. മുടി ഒത്തിരി കൊഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺഫേം ചെയ്തതായിരുന്നു. അപ്പോൾ വല്ലാതെ പൊഴിഞ്ഞ് പെട്ടെന്ന് ഒരു വല്ലാതെ ആയിപ്പോയി. മുടിയുടെ അത്രയും ഒരു 55% ഒക്കെ മുടി പൊഴിഞ്ഞു പോയിരിക്കണം. അപ്പോൾ ഇതിനായിട്ട് ഇത് മാറാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ട ഒരു റെമഡിയാണിത് കേട്ടോ. നെല്ലിക്ക നമ്മൾ ഒഴിവാക്കരുത്. നെല്ലിക്ക കറുപ്പിനും മുടി വളരാനും വളരെ നല്ലതാണ് കേട്ടോ. 1 കിലോ നെല്ലിക്കൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ 2 എണ്ണം വെച്ചിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നെല്ലിക്കാപ്പൊടി നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുത്തു, പനിക്കൂർക്കയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അലോവേര എടുക്കുമ്പോൾ ഇത് എടുത്ത് ഒരു 10-15 മിനിറ്റ് വെച്ച് ഇതിൻ്റെ ഒരു കറയുണ്ട്, ഒരു മഞ്ഞ കളറിൽ, അത് പോയതിന് ശേഷം ഇതിൻ്റെ പൾപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല റിസൾട്ടാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുക. ഒരു തവണ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്, അത്രയും നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് വളരെ ചീപ്പായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഇതിനെ കൊണ്ടുള്ളൊരു വലിയ ഗുണം എന്ന് പറയുന്നത്. പറയാൻ പറ്റാത്ത അത്രയും മുടി പോയിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ പൾപ്പ് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കരിഞ്ജീരകമാണ് കേട്ടോ, അത് 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ്, മുടിക്ക് നല്ലതാണ്, അതുപോലെ തന്നെ മുടി കറുപ്പിനും. ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഇരിക്കുക. ഒന്നും കൂടെ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണമെങ്കിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത് അരിച്ചെടുക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്തും നമുക്ക് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ദിവസത്തിന് ശേഷം പിന്നെ ഉപയോഗിക്കുമ്പോൾ അതൊരു 2-3 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമാണ് തലയിൽ ഇത് അപ്ലൈ ചെയ്യാവൂ. അത് നിർബന്ധമാണ് കേട്ടോ. നീരിറക്കം വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത്. ഇതിൽ മാത്രമുള്ള ജ്യൂസ്, അതിലൊട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നമ്മളിതിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. ഇതിൻ്റെ ജ്യൂസിനൊരു പ്രത്യേക കളറാണ് കേട്ടോ. ഇത് ഒരിക്കൽ തേച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം അറിയാം. നല്ല മസാജ് കൊടുക്കണം ഇത് തേച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഇതൊരു വെള്ളത്തിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. മിക്സിയിൽ ഒട്ടും അരയുന്നില്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. വെള്ളം അത്ര നിർബന്ധമായിട്ട് വേണ്ടി വരില്ല. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. ഞാനിവിടെ നെസ്കഫിയുടെയാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് തേച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മണം, കരിഞ്ജീരകത്തിൻ്റെ ഈ കോഫി പൗഡറിൻ്റെ നല്ലൊരു മണം നമ്മളെ മുടിക്കുണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മുടിയൊക്കെ പെട്ടെന്ന് വളരാൻ തുടങ്ങും. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ, ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിപ്പ് ചെയ്തിട്ട് തലയിൽ നമ്മളെ ഈ റൂട്ടിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒട്ടും തന്നെ ഇതിലൊന്നും തരി ഉണ്ടാവരുത്. തരി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്രേ ചെയ്യുമ്പോൾ വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത് കേട്ടോ. ഇത്രയും കുറച്ച് ബാക്കിയുണ്ട്. ഈ ഒരു ബോട്ടിൽ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാനിപ്പോൾ 1 ഇടവിട്ട ദിവസങ്ങളിൽ ഇത് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തലയിൽ തേക്കുന്നത് അത്രയും മുടി പോയെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത അത്രയും മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. മുടിയൊക്കെ ആകെ ഉള്ളു കുറഞ്ഞ് പെട്ടെന്നാണ്, ഒരു 2-3 ആഴ്ചയുടെ ഉള്ളിലാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കണ്ടില്ല, പെട്ടെന്ന് മുടി പൊഴിയാൻ തുടങ്ങി. ഇപ്പോൾ 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ വൈറ്റമിൻ ഡി അങ്ങനെയുള്ള കുറച്ച് വൈറ്റമിൻസിൻ്റെ കുറവുകളൊക്കെ നമുക്ക് വരും, കാൽഷ്യം. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട്
ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് കാൽഷ്യം സപ്ലിമെൻറ്റ് പോലത്തെ ഗുളികകളൊക്കെ തരും. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മുടി പൊഴിച്ചിൽ നിൽക്കും. മുടി പൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ അസാധ്യ മുടി പൊഴിച്ചിലാണ് കേട്ടോ. ആ സൈഡിലെ മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ തന്നെ നമുക്ക് കൈവയ്ക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം മുടി നന്നായി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മുടി നന്നായിട്ട് വെട്ടിയിരുന്നു കേട്ടോ. ഏതാണ്ട് എൻ്റെ ഒരു 2 വിരലിൻ്റെ അത്ര നീളത്തിൽ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞ്. ഭയങ്കര തിന്നായിട്ട് മുടി ഇങ്ങനെ അഴിച്ചിടുമ്പോൾ ഒരു വൃത്തികേട് പോലെ തോന്നി. അപ്പോൾ നന്നായിട്ട് മുടിയൊക്കെ വെട്ടി ചെറുതാക്കി. അത് ഞാൻ ഇത് എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്കത് ഓർമ്മ വന്നത് വീഡിയോ എടുക്കായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കെട്ടിവെച്ചതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ മാത്രമേ കഴുകിക്കളയാവൂ കേട്ടോ. ഷാമ്പു ഒന്നും ചേർക്കരുത്. അപ്പോൾ വെള്ളത്തിൽ കഴുകി മുടി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെയാണ്. മുടി അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നുമില്ല കേട്ടോ, ഒട്ടും ഡ്രൈ ആയിട്ടൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു റെമഡിയാണ്. മുടിപ്പൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെമഡിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. മുടിപ്പൊഴിച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പ്രത്യേകിച്ച് കുറച്ച് പ്രായം ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ലൊരു റെമഡിയാണ്.